പാലക്കാട് ആശ്രിനന്ദ ജീവനൊടുക്കിയതിന് പിന്നാലെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിന്റെ നിയമ സംവിധാനങ്ങളിൽ മാറ്റം. PTA ആവശ്യപ്രകാരം സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തി മഴക്കാലത്ത് ഷൂ ഒഴിവാക്കി ചെരുപ്പിടാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചതായി PTA. രക്ഷിതാക്കൾക്ക് ഏത് സമയം സ്കൂളിൽ പ്രവേശിക്കാനും അനുമതി. അജിത്ത് ബാബു ഉണ്ട്. അജിത്ത്, ഈ സ്കൂളിനെതിരെ മാത്രമല്ല ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളുകൾക്കെതിരെ തന്നെ പല ആരോപണങ്ങൾ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഉണ്ടായതാണ്. PTA അംഗങ്ങളെല്ലാം തന്നെ സ്കൂളിലെ ചില നിയമ സംവിധാനങ്ങളെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിലെല്ലാം ഒരു മാറ്റം വരുത്തി ഇരിക്കുന്നതിൽ ഉത്തരവിറങ്ങിയിട്ടുണ്ടോ? അരുണ്യ, ഈ സ്കൂളിൽ PTA തന്നെ നിലവിലൊരു പേപ്പർ PTA മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആശ്രിനന്ദയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, അതേ തുടർന്ന് രക്ഷകർത്താക്കളും വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെ സ്കൂളിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിന് പിന്നാലെയാണ് സ്കൂളിൽ ഒരു പുതിയ PTA തെരഞ്ഞെടുക്കുന്നത്. ആ PTA കൃത്യമായി വലിയ എല്ലാ രക്ഷകർത്താക്കളും ഒരുമിച്ചെത്തിയാണ് അത്തരത്തിലൊരു PTA തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം അന്ന് തന്നെ മാനേജ്മെന്റുമായി PTA ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സമയക്രമത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 7:30 മുതലായിരുന്നു ഈ ക്ലാസ് ആരംഭിക്കുന്ന സമയമെങ്കിൽ അത് മാറ്റി 8:40 രാവിലെ ഇനി ക്ലാസ് ആരംഭിക്കുക. അത് 3:40 അവസാനിക്കുന്ന രീതിയിലായിരിക്കും. മാത്രമല്ല 20 മിനിറ്റ് ആയിരുന്ന ഉച്ചയൂൺ സമയം 40 മിനിറ്റായി വർദ്ധിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇടവേള സമയങ്ങളിൽ 15 മിനിറ്റാക്കി ഉയർത്തിയിരുന്നു. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ ഇടവേള സമയം ഇല്ലെന്നുള്ള ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും സമയക്രമത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ മഴക്കാലത്ത് ഷൂ ഇടാതെ വന്നാൽ പോലും ഫൈൻ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മാറ്റം ഉണ്ടായിരിക്കുന്നു. മഴക്കാലത്ത് ഷൂ ഒഴിവാക്കി ചെരുപ്പിടാമെന്നുള്ള ധാരണയും ഉണ്ടായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരാതി ഉണ്ടായാൽ പറയാൻ ഒരു സംവിധാനം സ്കൂളിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്ക് പ്രിൻസിപ്പലിനെ കാണാനുള്ള, ഏത് സമയത്തും സ്കൂളിൽ പ്രവേശിക്കാനുമുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അരുണ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന് ശേഷമാണെങ്കിലും ഒരുപാട് പേരുടെ പ്രതീക്ഷയ്ക്ക്, ഒരുപാട് പേർക്ക് സ്വപ്നങ്ങളോടെ പ്രതീക്ഷയോടെ ആ സ്കൂളിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ചില മരണങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെയാണെന്ന് കൂടിയാണ് ആശ്രിനന്ദ പറഞ്ഞു വെക്കുന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റമാണ് ഇപ്പോൾ ആ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. അരുണ്യ, ശ്രീജി. അജിത്ത് ബാബുവാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.